ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് 6 to 7 ഇയർ സൈസിൽ 30 സൈസ് ഫ്രോക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് കാണാതെ കമൻറ്റിൽ ചോദിച്ചിട്ടൊരു കാര്യമില്ല. എന്താ വെച്ചാൽ അതിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരാനും കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 20 ഇഞ്ച് ലെങ്ത്തിൽ ഫസ്റ്റ് ലെയറിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യണം. 4 മീറ്റർ ഫോൾഡാണ് കേട്ടോ. ഈ ഫാബ്രിക്ക് 4 മീറ്ററിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 20 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലെയറും 20 ഇഞ്ച് തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 മീറ്ററിലാണ് ഈ ഒരു 2 പീസും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഒരേ പീസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 മീറ്റർ കട്ട് ചെയ്ത് ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ 2 പീസായിട്ട് സെപ്പറേറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രോക്കിൻ്റെ 2 സൈഡിലായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ഒരു പീസുകളാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ലെയറിന് നമ്മൾ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പീസാക്കിയിട്ട് ഒന്ന് 11 ഇഞ്ചിൻ്റെ പീസും ഒന്ന് 9 ഇഞ്ചിൻ്റെ പീസും ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ആ ഒരു 11 ഇഞ്ചിൻ്റെത് ആ ഒരു 4 മീറ്റർ ഒരു ഒറ്റ പീസ് തന്നെ വരുന്നുള്ളൂ. 9 ഇഞ്ചിൻ്റെത് നമ്മൾ 20 മീറ്റർ പീസ് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. പിന്നെ തേർഡ് ലെയറാണ് 2 മീറ്റർ ഫോൾഡാണ് ഫാബ്രിക്ക്. 11.5 ഇഞ്ചിൽ 2 പീസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 മീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 2 പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ്. 20 ഇഞ്ചിൽ 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമ്മൾ ആ 20 ഇഞ്ചിൽ തന്നെ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 പീസ് നമ്മളെ വിഡ്ത്തിനെയാണ് നമ്മൾ ലെങ്ത് ആക്കിയിട്ട് കണക്കാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡൽ തന്നെ അതും കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കോട്ടൺ ലൈനിങ് ആണ്. 19 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിങ്ങും കൂടെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 11 ഇഞ്ചിൻ്റെ മുമ്പ് ഞാൻ കട്ട് ചെയ്തിട്ട പീസ് തന്നെയാണ്. 11 ഇഞ്ചിൽ നമ്മൾ ഒരു പീസസും 9 ഇഞ്ചിൻ്റെ 20 മീറ്റർ പീസസും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 11 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് ഈ 9 ഇഞ്ചിൻ്റെ പീസസ്. അപ്പോൾ ഒരു 4 മീറ്ററുമ്പോൾ നമ്മൾ 20 മീറ്ററാണ് ഫ്രില്ലിടുന്നത് കേട്ടോ. 9 ഇഞ്ച് ഫാബ്രിക്കിൻ്റെ ഫ്രില്ലാണ് ഇടുന്നത്. പിന്നെ ഫസ്റ്റ് ലെയറാണ് ഇത്. അതിൽ 2 ഫ്രില്ല് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് 4.5 ഇഞ്ചിലും ഒന്ന് 6.5 ഇഞ്ചിലും. രണ്ടും 20 മീറ്റർ ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 മീറ്റർ ഫോൾഡ് ചെയ്ത ഫാബ്രിക്കിൽ നിന്ന് 4 പീസസ് ആയിട്ട് അങ്ങനെ 20 മീറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ളൊരളവ് ഞാൻ 20 മീറ്റർ പറയുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങൾ കട്ട് ചെയ്യുന്നത്, എത്ര മീറ്റർമെന്നാണ് കട്ട് ചെയ്യുന്നത്, എങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് 20 മീറ്റർ ഫ്രില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 2 പീസസും 20 മീറ്റർ വീതം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റ് ലെയർ 2 സെപ്പറേറ്റ് ആക്കി എടുത്തല്ലോ. 4 മീറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്ത ആ 2 പീസസാണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ 2 ഫ്രില്ല് അറ്റാച്ച് ചെയ്യുന്നത് ഒന്ന് മുകളിൽ 4.5 ഇഞ്ചും താഴെയായിട്ട് 6.5 ഇഞ്ചും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രില്ലിട്ടിട്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4.5 to 4.5 പുറത്തേക്ക് നിൽക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ 2 ഇഞ്ചും കൂടെ കയറ്റി വെച്ചിട്ടാണ് താഴത്തെ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ലെയറുമ്പോൾ നമ്മൾ 2 വശത്തായിട്ട്
ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണുള്ള ലേസാണ്. ലേസ് മൊത്തം നമ്മൾ 4 മീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. +1 സീം അലവൻസാണ് കേട്ടോ, തയ്യൽ തുമ്പ്. പിന്നെ ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോൾ 5 ഇഞ്ച് വരുന്നുണ്ട്. ചെസ്റ്റ് മെഷർമെൻറ്റ് 6 + 1 12 ഇഞ്ചാണ് വരുന്നത് ഒരു വശം. അപ്പോൾ 6 + 1. പിന്നെ നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ചും വൈഡ് 2.5 ഇഞ്ചും സെയിം ടു സെയിം ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കുറച്ച് കയറി നിൽക്കുന്ന നെക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വൈഡ് മാത്രമേ കൂട്ടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്ക് നെക്ക് നമ്മൾ 1.5 ഇഞ്ചിലുമാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ആ ഒരു കറക്റ്റ് അളവ് എടുത്തിട്ട് അതും കട്ട് ചെയ്തിട്ട് സിബ് വെക്കുന്ന ഭാഗം സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് പീസ് മാത്രമേ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്കത് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സാറ്റിനാണ് കേട്ടോ, ഹെവി സാറ്റിനാണ്. അതിന് മുകളിൽ നമ്മൾ പ്ലെയിൻ നെറ്റും കൂടെ സെയിം അളവ് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉള്ളിലത്തെ പീസൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ, എങ്കിലേ നമ്മളൊക്കെ ആ ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക് പീസും സെയിം ടു സെയിം ആയിട്ട് ആദ്യം കോട്ടൺ പീസ്, പിന്നെ സാറ്റിന്, പിന്നെ പ്ലെയിൻ നെറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ ബോഡി പാർട്ടിന്. അപ്പോൾ പ്ലെയിൻ നെറ്റ് സാറ്റിനും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ നെക്കും സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബാക്ക് പീസും അതേപോലെ തന്നെ സാറ്റിൻ പീസും പ്ലെയിൻ നെറ്റും കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ആം ഹോളും നെക്കും ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കുക. ഫ്രണ്ട് പീസും ആം ഹോളും നെക്കും നമ്മൾ റൗണ്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ കട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പീസ് ഒന്ന് മറിച്ചെടുക്കുകയാണ്. മറിച്ചെടുത്തിട്ട് ഷോൾഡർ വശം അതുപോലെ ഫുൾ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ബാക്ക് വശം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ പാർട്ടുകളൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, എല്ലാ ഭാഗം കൂടി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എന്നാൽ ഫ്രോക്കിൻ്റെ ഫുൾ ഭാഗങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഷോൾഡർ പാർട്ടൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് സിബ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫ്രണ്ടിലൊരു ലേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് ഭാഗം എത്രയാണോ ആ ഒരു ഭാഗത്തിന് കണക്കാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് 2 വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ പീസാണ്. സ്ലീവിൻ്റെ പീസസ് 10 ഇഞ്ചിലാണ് നമ്മൾ വീതി എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 48 ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് എന്താ പറയുക ഡബിളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിബും ലേസും അതുപോലെ ബാക്കിൽ കൊടുക്കാനുള്ള ബോയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോയൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്ലീവ് പാർട്ടാണ്. സ്ലീവ് പാർട്ട് നമ്മൾ നടുമടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് 5 ഇഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ, 10 ഇഞ്ചിനെ. എന്നിട്ടൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. ഇത് സിംഗിൾ ആക്കിയിട്ടും അതുപോലെ ഡബിളാക്കിയിട്ടും സിംഗിളാക്കിയിട്ട് ഒരു പീസും കൂടെ നമ്മൾ 4 ഇഞ്ചിൽ ഇതിൽ കൊടുക്കുന്നുണ്ട്. ലേസ് 20 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഒന്ന് ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് കൊടുക്കാനുള്ള ഫ്രില്ലാണ്, അത് ഒറ്റ ലെയറിലാണ് കേട്ടോ കൊടുക്കുന്നത്. മറ്റേ നമ്മൾ ഡബിളാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് സെക്കൻഡ് ലെയറാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രില്ലിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. 12 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഫ്രില്ലിട്ടെടുക്കുന്നുണ്ട് എല്ലാ പീസസും. അപ്പോൾ 3 പീസസ് നമ്മൾ സ്ലീവിന് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലേസും, ഒരു സിംഗിൾ പീസ് നെറ്റും, ഒരു ഡബിൾ പീസ് നെറ്റും ഫ്രില്ലിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡബിൾ പീസ് കഴിഞ്ഞിട്ട് സിംഗിൾ പീസും വെച്ചിട്ട് നമ്മൾ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 12 ഇഞ്ച് ലെങ്ത്ത് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വശത്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ സ്ലീവ് കൊടുക്കുന്നത്. അപ്പോൾ ആ 3 പീസസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് 3 പീസസ് ഇതാ. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ഒറ്റ സ്റ്റിച്ച് നല്ല കെട്ടൊക്കെ ഇട്ടിട്ട് കൊടുത്താൽ മതി. ഒക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഫ്രില്ലും അതുപോലെ വള്ളിയും എല്ലാം കൊടുത്തിട്ട് നമ്മൾ സൈഡ് ഭാഗം ഒന്ന് കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓവർലോക്കും ചെയ്തിട്ടെടുത്താൽ ബോഡി പാർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷൻ ഫസ്റ്റ് ഭാഗം നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ അല്ല കേട്ടോ, ഇത് സെക്കൻഡ് ലെയറാണ്. സെക്കൻഡ് ലെയറിൽ നമ്മൾ 11ഉം 9ഉം പറഞ്ഞല്ലോ, ആ 2 പീസുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറുമൊക്കെയുള്ള ഫ്രില്ലുകളാണ്. 6.5 ഇഞ്ചിൻ്റെയും 4.5 ഇഞ്ചിൻ്റെയും പീസസ് ഉണ്ടായിരുന്നല്ലോ, അത് ഫ്രില്ലിട്ടെടുക്കുക. പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും ഫ്രില്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് 5 ലെയർ വരുന്നുണ്ട് കേട്ടോ ഫ്രോക്ക്. അപ്പോൾ 2 ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ 3ാമത്തെ ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 2 ലൈനിങ്ങും 1 ലെയർ നെറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതാ 3 ലെയറായി. ഇനി ഫ്രില്ലിട്ട് താഴെ ഫ്രില്ലിട്ട് 1 ലെയറും കൂടെ ഉണ്ടല്ലോ, ആ 1 ലെയറും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ 4 ലെയറായിട്ടോ നമ്മൾ ഫ്രോക്ക്. ഇനി നമുക്ക് 2 സൈഡിലും 1 ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ ഈ 1 ലെയറും കൂടെ നമുക്ക് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. പക്ഷേ ഇത് നമ്മൾ കവർ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്റർ പോർഷനിൽ 2 സൈഡിലേക്കും ഫ്രണ്ടിലേക്ക് ഒരു കുറച്ച് ഭാഗം, ഹാഫ് ഭാഗം ഫ്രണ്ടിലോട്ടും ഹാഫ് ഭാഗം ബാക്കിലോട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ട. അപ്പോൾ ഇത് 8 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു പാർട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ 2 വശം 2 ഭാഗത്തും 8 ഇഞ്ച് വീതം കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 8 ഇഞ്ച് വരണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. ഇതാ 2 പീസസ് നമ്മൾ സെപ്പറേറ്റ് ഫ്രില്ലൊക്കെ ഇട്ട് താഴെ ഫ്രില്ലൊക്കെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരു പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ഫ്രില്ലും തമ്മിൽ 4.5 ഇഞ്ച് ഡിഫറൻറ്റ് വരുന്നുണ്ട് കേട്ടോ. 6.5 ഇഞ്ചിൻ്റെയും 4.5 ഇഞ്ചിൻ്റെയും പീസാണ്. 2 ഇഞ്ച് കയറ്റിയിട്ട് താഴെയുള്ള പീസ് 2 ഇഞ്ച് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ താഴെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച ആ ഒരു നെറ്റിൻ്റെ കറക്റ്റ് അളവിൽ വെച്ചിട്ട് വേണം താഴെയുള്ള ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അതിൻ്റെ 2 പീസസുമാണ്. നമ്മൾ ഫ്രില്ല് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല ഫിനിഷിങ്ങിലുള്ള ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും എൻഡിങ്ങിൻ്റെ 2 വശത്തും ബാക്ക് വശത്തും 2 ഭാഗത്തും നമ്മൾ ഈ ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഈ ഒരു വശത്തും ആ ഒരു വശത്തും. അപ്പോൾ ഒരു വശം ഇതിൻ്റെ ബാക്കിലോട്ടും വരും ഫ്രോക്കിൻ്റെ, ഒരു വശം ഫ്രണ്ടിലോട്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. ആ 24 ഇഞ്ചിന് നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ട് മാർക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വശം 12ഉം ബാക്ക് വശം 12ഉമാണ്. അപ്പോൾ 3 മാർക്കിങ് വരുന്നുണ്ട് കേട്ടോ. 3, 4, 12. അപ്പോൾ ബാക്കും അതേപോലെ തന്നെ നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ട് മാർക്കിട്ട് കൊടുക്കുക. അതാ ഇവിടെയും 4 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു പീസ് നമ്മൾ
ലേസൊക്കെ അറ്റാച്ച് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് അറ്റാച്ച് ചെയ്തൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളി ഫ്രോക്കായില്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ലേസ് ഇതിൽ വന്നിട്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം ഉണ്ടല്ലോ, നമ്മളെ എന്താ പറയുക, തയ്യൽ തുമ്പ് വരുന്ന ആ ഒരു ഭാഗം സെൻറ്റർ പോർഷൻ വെച്ചിട്ട് ഫ്രണ്ട് വശം ഒരു 4 ഇഞ്ച് ഒഴിച്ചിടണം കേട്ടോ, ഫ്രീ ആക്കി കൊടുക്കുക. 4 ഇഞ്ച് ഫ്രണ്ട് വശത്തോട്ടും 4 ഇഞ്ച് ബാക്ക് വശത്തോട്ടും വരണം ഓരോ പീസും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതും സെയിം ടു സെയിം ആയിട്ട് തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് വശം ഒരു 4 ഇഞ്ച് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ട്. അതുകൂടാതെ ഫ്രണ്ട് ബാക്കും 4 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡും അറ്റാച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഫ്രില്ല് ഫ്രണ്ടിക്കും 4 ഇഞ്ച് വരുന്നുണ്ട്, ബാക്കിലോട്ടും 4 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രില്ലും അങ്ങനെ തന്നെ, ഫ്രണ്ട് 4 ഇഞ്ച് ബാക്ക് 4 ഇഞ്ച്. അപ്പോൾ നമ്മളത് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ഒരു ഹാഫ് ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കിടക്കുമ്പോഴേ ഭംഗിയുള്ളൂ. അതുപോലെ ഫുൾ ലെങ്ത്ത് അങ്ങനെ ആയാലും നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ 5 ലെയറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ലെയറായി, 5 ലെയറായി. പിന്നെ നമ്മളതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫിനിഷാക്കി കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് യോക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന എന്താ പറയുക വലിയ ഫിനിഷിങ് ഇല്ലാതെയാണ് കിടക്കുക. ആ ഒരു ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫിനിഷാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ സൈഡ് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന പീസാണ് കേട്ടോ അത്. അതാ ഇങ്ങനെ കിടക്കും ഇത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബോഡി പാർട്ടും സ്കർട്ട് പോർഷനും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് തുമ്പ് വശം നോക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക, എന്നിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.